കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വിഷൻ 2025 ഭാഗമായി സംഘടിപ്പിച്ച വർക്കല നിയോജക മണ്ഡലം ക്യാമ്പ് കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്തു. 2025 നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അതിനുശേഷം ഏതാനും മാസങ്ങൾക്ക് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പാർട്ടിയുടെയും നമ്മുടെ മുന്നണിയുടെയും വിജയം സുനിശ്ചിതമാക്കുന്നതിന് വേണ്ടിയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ഐതിഹാസികമായ വിജയത്തിന് ശേഷം കേരളത്തിലുടനീളം പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനും പാർട്ടിയുടെ ബൂത്തിനടുത്ത് വർദ്ധിപ്പിക്കുന്നതിനും അതോടൊപ്പം പാർട്ടിയുടെ സംഘടനാപരമായ ബാധ്യതകളും പോരായ്മകളും വീഴ്ചകളും എല്ലാം പരിഹരിച്ചുകൊണ്ട് സ്ഥിതിനിർണായകമായ അതോടൊപ്പം തന്നെ സുപ്രധാനമായ 2 തെരഞ്ഞെടുപ്പുകളെ നേരിടുന്നതിന് വേണ്ടി പാർട്ടിയെ സജ്ജമാക്കുവാൻ വേണ്ടിയുള്ള അതിബൃഹത്തായ ഒരു പദ്ധതിയാണ് മിഷൻ 2025. BJPയുടെ നേതൃത്വത്തിലുള്ള വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ടു പോകുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടിയെന്ന് കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. കേരളത്തിൽ ഉൾപ്പെടെ രാജ്യമൊട്ടാകെയുള്ള BJPയുടെ വളർച്ച ഒരിക്കലും നാം വില കുറച്ച് കാണരുത് എന്ന് അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകരോട് നിർദ്ദേശിച്ചു. ശക്തമായ സംഘടനാ സംവിധാനത്തോടു കൂടിയാണ് അവർ പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ കോലീബി സഖ്യമെന്ന് ആരോപിച്ചിരുന്ന CPMഉം BJPയും തമ്മിൽ ഇന്ന് പരസ്പര ധാരണയോടെ പ്രവർത്തിക്കുന്നുവെന്നും കൊടിക്കുന്നിൽ ആരോപിച്ചു. സ്വാഗത സംഘം ചെയർമാൻ B. ധനപാലൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്വാഗത സംഘം ജനറൽ കൺവീനർ K. ഷിബു സ്വാഗതം പറഞ്ഞു. എടവ പ്രസ്മുഖ് ഡ്രീംസ് ഹാളിൽ നടന്ന പരിപാടിയിൽ അടൂർ പ്രകാശ് MP, തിരുവനന്തപുരം DCC പ്രസിഡന്റ് പാലോട് രവി, മുൻ MLA വർക്കല കഹാർ, ക്യാമ്പ് ഡയറക്ടർ PM ബഷീർ, വർക്കല ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് MN റോയ്, KPCC സെക്രട്ടറി BRM ഷഫീർ, നിർവാഹക സമിതി മുൻ അംഗം ആനാട് ജയൻ, DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് B. ഷാലി, മഹിളാ കോൺഗ്രസ് വർക്കല ബ്ലോക്ക് പ്രസിഡന്റ് R. ബിന്ദു, നാവായിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് C. സന്ധ്യ തുടങ്ങിയവർ പങ്കെടുത്തു. ബീക്കൺ ന്യൂസ്, വർക്കല.